നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of our Lord Jesus Christ. ഇന്ന് ഈ നല്ല സമയം ദൈവവചനത്തിൽ നിന്ന് ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. We thank God for this precious time and we want to share a few spiritual thoughts with you. അതിന് ദൈവവചനത്തിലെ ഒരു പുസ്തകമായിരിക്കുന്ന പുസ്തകം 25-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. We'd like to read 2 verses for today from the book of Numbers, chapter 25. സംഖ്യാപുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും അതിൻ്റെ 9-ാമത്തെ വാക്യവുമാണ് നാം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. We'd like to read the verses from chapter 25 of the book of Numbers, verses 8 and verses 9. 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ട് മാറി. The last part of verse 8 reads like this: So the plague was stopped among the children of Israel. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേര്. And verse 9 reads: And those who died in the plague were 24,000. പ്രിയപ്പെട്ടവരെ, ഒരു ബാധ നിന്നുപോയതിനെ കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. Dear beloved people, we just read about a plague that was stopped. 24,000 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ബാധയായിരുന്നു അത്. This plague took the lives of 24,000 people. പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ 4-ാമത്തെ പുസ്തകമാണ്. Dearly beloved, the book of Numbers is the 4th book that we find in the Bible. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ അത് കഴിഞ്ഞു വരുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം. Genesis, Exodus, Leviticus, and then comes this book we are talking about, the book of Numbers. വേദപണ്ഡിതന്മാർ പറയുന്നത് എബ്രായ ഭാഷയിൽ ഈ പുസ്തകത്തിന്റെ പേര് ദ ബുക്ക് ഓഫ് സെൻസസ് എന്നായിരുന്നു. Bible scholars say that in the book in the Hebrew language, this book was actually named as the book of census. പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്തപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ അരിത്തമെറ്റിക് നമ്പേഴ്സ് എന്ന പദത്തിൻ്റെ മൂലവാക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. And when it was translated into Greek, the root word that was used in English was the word arithmetic. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സെൻസസ് എന്ന ആ കാര്യം ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭ ചരിത്രം തന്നെ ഈ സംഖ്യാപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. Dearly beloved, the first ever census that was taken in the whole of history is what we find here in the book of Numbers. ഈ സംഖ്യാപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവർ മരുഭൂപ്രയാണം നടക്കുമ്പോൾ ചെങ്കടലിനപ്പുറത്ത് വെച്ച് നടന്ന സംഭവങ്ങളാണ് സംഖ്യാപുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. The history of the exodus of the Israelites from Egypt to the land of Canaan, the experiences that they had is what is written in this book of Numbers. ഈ സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ നാം ഒരു സെൻസസിനെ കുറിച്ച് കാണുന്നുണ്ട്. So in the first chapter itself of the book of Numbers, we read about the census that had been taken. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു വന്ന് ആദ്യത്തെ 2 സംവത്സരം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. It was almost 2 years after the Israelites crossed the Red Sea that this census was taken. മാത്രമല്ല
ഈ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 38 സംവത്സരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2-ാമത്തെ വർഷം, അടുത്തത് 38-ാമത്തെ വർഷവും മറ്റൊരു സെൻസസ് എടുക്കുന്നതായി നാം ഈ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. And after 38 years of wandering in the wilderness, we find the second census that has been taken and is recorded in the same book of Numbers. സംഖ്യാപുസ്തകത്തിൻ്റെ ആദ്യത്തെ സെൻസസിൽ വളരെ കൃത്യതയോടുകൂടി അവിടെ ജനത്തിൻ്റെ പോപ്പുലേഷനെ കുറിച്ച് പറയുന്നത് 6,3550 പേരാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. So in the first census in the book of Numbers, we find that the number total to 6,03,550 people. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജനത്തെ എണ്ണുന്നത് യുദ്ധസേവനത്തിന് ആരോഗ്യമുള്ള 20 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ എണ്ണമാണിത്. In those days, the census was how many of the male members above 20 were ready or fit to go for battle. ആദ്യത്തെ സെൻസസ് 1-ാം അധ്യായത്തിലും 38-ാമത്തെ അവരുടെ മരുഭൂ പ്രയാണത്തിലെ ആ സെൻസസ് 26-ാം അധ്യായത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The first census is recorded in the first chapter of the book of Numbers, and the second census we find in chapter 26. പ്രിയപ്പെട്ടവരെ, പ്രാരംഭമായി ഞങ്ങളിത് പറഞ്ഞു എന്നേ ഉള്ളൂ. So this was just an introduction that we have given you. സംഖ്യാപുസ്തകം ഇസ്രായേൽ ജനത്തിന്റെ അനേക അനുഭവങ്ങളെ വിളിച്ചറിയിക്കുന്നതാണ്. The book of Numbers show us the various experiences of the children of Israel. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ 30,000-നും 70,000-നും ഇടയിലുള്ള പുരുഷന്മാരുടെ കണക്ക് പ്രകാരമാണ് 6 ലക്ഷത്തിലധികം വ്യക്തികളെ ആദ്യത്തെ സെൻസസിൽ എണ്ണിയത്. ഒന്നുകൂടി പറയാം. ആദ്യത്തെ സെൻസസിൽ 6 ലക്ഷം വരുന്ന ജനം ഓരോ ഗോത്രത്തിൽ നിന്നും 30,000-നും 70,000-നും ഇടയ്ക്കുള്ള ജനങ്ങളായിരുന്നു. In the first census, we see that we have a figure of around 6 lakh people, and if you take each tribe, it numbered to around 30,000 to 70,000 on the average. എന്നാൽ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് എടുത്ത സെൻസസ് നോക്കിയാൽ 6 ലക്ഷത്തിൽ പരം തന്നെ ജനത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. And when we compare it with the second census, which had been taken when they were on the verge of entering the land of Canaan, we find around the same figure, around 6 lakhs. എന്നാൽ ശിമയോൻ എന്ന് പറയുന്ന ആ ട്രൈബിൽ വലിയ ഒരു പുരുഷന്മാരുടെ കുറവ് നാം കാണുന്നതായിട്ട് അവിടെ നമുക്ക് വായിച്ചറിയാൻ പറ്റും. But in the tribe of Simeon, we find a difference in the numbers relating to the first census and the second census. There's a vast difference in the case of the tribe of Simeon. എന്നാൽ മനശ്ശെയുടെ ഗോത്രത്തിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസും നാം കാണുന്നുണ്ട്. And we see an increase in comparison with the tribe of Manasseh. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ സെൻസസിൽ ഉണ്ടായിരുന്ന 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരിൽ 2 പേർ മാത്രമാണ് രണ്ടാമത്തെ സെൻസസിൽ ഉണ്ടായിരുന്നത്. One very important point to be noted is, of all the people that were counted in the first census, only 2 of them remained in the count of the second census. ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നവരെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. We want to call your attention to one particular point in this matter. കാരണം
6,35,550 20 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ 2 പേർ മാത്രമേ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചുള്ളൂ. Because of all the 6,3,550 men that were counted in the first census, only 2 of them were present when the count of the second census was taken. പ്രിയപ്പെട്ടവരെ, 6 ലക്ഷം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ആ ജനത്തിന്റെ പോപ്പുലേഷൻ വേണമെങ്കിൽ 50 ലക്ഷം പേർ എന്ന് പറയാൻ കഴിയും. So when we say 6 lakh were counted in the first census, we can round it off to around 50 lakh. 50 lakh people. കാരണം അവരുടെ ഭാര്യമാരും കുട്ടികളുടെയും എണ്ണം നോക്കിയിട്ടാണ് ഈ പറയുന്നത്. Because if we take into account their wives and children too. പ്രിയപ്പെട്ടവരെ, ഈ 6 ലക്ഷം പേർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാതെ മരിച്ചുപോയത് ഒരു ബാധയാലാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. So when we read and meditate the scriptures, probably find that these 6 lakh people, they passed away in the wilderness before the second census could be taken. അതൊരു ബാധയാലാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. And the word of God says that it happened because of a plague. പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകവും ചേർത്ത് വായിച്ചാൽ ബാധകളെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ കഴിയും. When you read the book of Exodus and the book of Numbers carefully, we find that there were many plagues that God had sent among the people of Israel. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിനായി 10 ബാധകളെ ഈജിപ്തിലേക്ക് അയച്ചതായി ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. The word of God talks clearly or shows clearly or tells us clearly about 10 plagues that God had sent to deliver the people of Israel from the bondage of the Egyptians. എന്നാൽ മോശയാൽ നയിക്കപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ ജനം വീണ്ടും അനുസരണക്കേട് കാണിച്ചാൽ, വീണ്ടും ദൈവത്തെ കോപിപ്പിച്ചാൽ, വീണ്ടും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്താൽ ഈജിപ്തിലെ ബാധകൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ടെന്ന് ദൈവജനത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. And the word of God is clearly reminding the children of Israel that if they do not follow their leader Moses and follow the commands of the word of God, commands of the Lord God Almighty, then God has already reminded them that the plagues that came upon the Egyptians are most likely to come upon them also. കഴിഞ്ഞ ദിവസം ദൈവവചനം പഠിച്ചപ്പോൾ 10-ലധികം പ്രാവശ്യം ദൈവത്തെ ഈ ദൈവജനം പരീക്ഷിച്ചതായി, മത്സരിച്ചതായി ദൈവജനത്തിൽ കാണുവാൻ കഴിയും. On studying the word of God, we can find that the children of God were disobedient or rebelled against God and tested him more than 10 times. ഓരോ സമയത്തും ദൈവത്തിന്റെ കോപം കടന്നു വന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. And every time God's anger or wrath was kindled and his judgment fell upon them. അപ്പോൾ ആ ബാധ നിൽക്കാൻ കാരണം ഒരു സമയത്ത് അഹ്റോൻ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. So when we read carefully, we find that these plagues was stopped when Aaron prayed or acted as an intercessor and prayed to the Lord God on behalf of the children of Israel. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ നാം ബാധ നിൽക്കുന്നതായി കാണുന്നത് ദൈവത്തിന്റെ ജനം അനുസരിക്കാൻ തയ്യാറാകുന്നത് നിമിത്തമാണ്. And in other instances we find that the plague was stopped when the children of Israel were ready to obey and follow the instructions and commands of God. മോശയെയും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ചോദ്യം ചെയ്ത കോരഹും
തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും വലിയ ഒരു ദൈവിക ശിക്ഷാവിധിയിൽപ്പെടുവാനിടയായി. We see how Korah and his sons, his tribe, were devastated because they rebelled against the leadership and authority, God-given authority. അവിടെ നാം കാണാൻ കഴിയുന്നത് കോരഹിന്റെയും മറ്റു രണ്ടുപേരുടെയും ആ കൂടാരങ്ങളുടെ അടുത്ത് നിന്ന് ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ ദൈവജനത്തോട് മാറി നിൽക്കാനാണ് ദൈവം മോശയോട് ആവശ്യപ്പെടുന്നത്. And we see how God instructs Moses to tell the people to stay away from the tents of Korah and the people, Dothan and all those who rebelled against God and Moses. ഒരു കാര്യം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു, പാപം ചെയ്യുന്നവരിൽ നിന്ന് മാറി നിൽക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ നാം മാറി നിൽക്കുമ്പോൾ ബാധ നമ്മെ വിട്ടുപോകും. And this is what we can understand from this is, if we stay away from those who are rebelling against God and sinning against God, then we can be saved from the plague that comes. പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകത്തിൽ വിവിധ ബാധകളെക്കുറിച്ചും ഇസ്രായേൽ ജനം അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. The book of Numbers shows us many incidents where the Israelites were plagued. നാം ഇന്ന് വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തേക്കാണ് നാം ഇപ്പോൾ കടന്നു വരുന്നത്. Let us concentrate or focus upon today's portion, that is Numbers 25 and the plague that is mentioned here. കാരണം 24,000 പേർ 50 ലക്ഷത്തിൽ മരിച്ചതായ ഒരു സന്ദർഭത്തിലേക്കാണ് നാം വരുന്നത്. Because we see here in this incident that 24,000 people died of this plague that happened here. നമുക്കറിയാം, നാം നിരന്തരം ടിവിയിൽ ന്യൂസ് കേൾക്കുമ്പോൾ നാം ഒരു ദിവസം എടുത്ത ടെസ്റ്റുകളെ കുറിച്ചും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിനെ കുറിച്ചും നാം അറിയുന്നു. When we hear the current news, we understand about the test positivity of COVID and all the statistics and analysis that are going on. മരുഭൂമിയിൽ ലാബുകളോ RT-PCR ടെസ്റ്റുകളോ നടത്തുവാൻ യാതൊരു സംവാഹവുമില്ല. There were no labs in the wilderness in those days or no facilities to do any tests like RT-PCR tests. പക്ഷെ പ്രിയപ്പെട്ടവരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ നിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചൊരാശ്വാസം. We can be relieved with the fact of knowing that the death rate in Kerala is quite low. എന്നാൽ 50,000-ലധികം പുരുഷന്മാരുള്ള ആ സ്ഥലത്ത് 24,000 പേർ മരിച്ചതായിരിക്കുന്ന ഒരു ബാധയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. But here this chapter talks about 24,000 people who lost their lives due to this plague. Out of 54,000 people. പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്താണെന്നാണ് നാം ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. And today we are going to look at the reason behind this. ഈ പാൻഡമിക് എങ്ങനെ സംഭവിച്ചു എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. We are going to look at how this plague happened. അതുപോലെ ഈ പ്ലേഗ് എങ്ങനെയാണ് നിന്നത് എന്ന് നാം പഠിക്കാൻ പോകുകയാണ്. We are also going to look at how this plague stopped. ഇവിടെ അതിന്റെ ആദ്യ വാക്യം നമുക്കൊന്ന് വായിക്കാം. Let us read the first verse of chapter 25. Numbers chapter 25. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പേരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ആദ്യത്തെ 3 വാക്യങ്ങൾ.
Now Israel remained in Acacia Grove, and the people began to commit harlotry with the women of Moab. They invited the people to the sacrifices of their gods, and the people ate and bowed down to their gods. So Israel was joined to Baal of Peor, and the anger of the Lord was aroused against Israel. പ്രിയപ്പെട്ടവർ, ഇതിന്റെ ചരിത്രം നോക്കിയാൽ ബാലാക്ക് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഇസ്രായേൽ ജനത്തെ ശപിച്ചില്ലാതാക്കുവാൻ ബിലയാം എന്ന ഒരു പ്രവാചകനെ കൊണ്ടുപോകുന്ന ഒരു ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. When we look at the story in Numbers, we find that there was a king, Balak, who called upon the prophet Balaam to curse the children of Israel. എന്നാൽ ബിലയാമിലൂടെ ഒരിക്കലും ശാപത്തിന്റെ വാക്കുകളല്ല, അനുഗ്രഹത്തിന്റെ വാക്കുകൾ അത്രേ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചൊരിഞ്ഞത്. But only words of blessing rather than words of curse poured out from the prophet Balaam's mouth. എന്നാൽ ബാലാക്ക് എന്ന് പറയുന്ന രാജാവിന്റെ സമ്മാനങ്ങളും പണവും എല്ലാം ആഗ്രഹിച്ച ബിലയാം അദ്ദേഹത്തെ ഈ ജനത്തെ വശീകരിക്കുവാൻ ചില കാര്യങ്ങൾ ഉപദേശിച്ചു. So Balaam, who received many gifts from King Balak, he devised a plan to topple down the children of Israel. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നവർ തന്നെയാണ് പലപ്പോഴും ദൈവജനത്തെ ഒറ്റിക്കൊടുക്കുന്നവർ. Dearly beloved in Christ, many times it is the children of God who let down other children of God. പണത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും സൗകര്യങ്ങൾക്ക് വേണ്ടിയും ദൈവജനത്തിന്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നവർ അനേകരുണ്ട്. There are many who, for the sake of position, money, fame, let down the true children of God. ബിലയാം ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ഉത്സവങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തെ, അവിടെയുള്ള പുരുഷന്മാരെ ക്ഷണിക്കാനാണ് പറഞ്ഞത്. This is what Balaam advised the king of Balak and the Moabites to do. This is what he said. He asked them to invite the children of Israel to their sacrifices and their feasts. അങ്ങനെ ബാൽ പിയോറിന്റെ, അന്നത്തെ അന്യ ദൈവമായിരിക്കുന്ന ബാൽ പിയോറിന്റെ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ യാഗമർപ്പിക്കാൻ ഇസ്രായേൽ ജനം പോകുവാനിടയാണ്. And that is how the children of Israel went to worship and sacrifice to this pagan god Baal Peor on the invitation of the Moabites. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കോപത്തെ ആളിക്കത്തിച്ചത്. And this, my friends, is what kindled the wrath of God. ഇന്നും ഒരു കാര്യം, ഒരു പാൻഡമിക്കിന്റെ പിന്നിലുള്ള, അതിന്റെ പിന്നിലുള്ള ഒരു വലിയ കാര്യം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. Today we want to show you the reason behind this pandemic. അന്യ ദൈവങ്ങളെ, ദൈവങ്ങളല്ലാത്തവയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങൾ ദൈവകോപത്തിന്റെ പാത്രങ്ങളായി മാറും. People who worship so-called gods and not the true God, false gods and not the one and only true living God who made the heaven and earth, are likely to fall or face the harsh realities of this pandemic. കാരണം കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും കാലുണ്ടായിട്ടും നടക്കാതിരിക്കുകയും വായുണ്ടായിട്ടും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രതിഷ്ഠകളെ ദൈവവചനം വിളിക്കുന്നത് ഊമവിഗ്രഹങ്ങൾ എന്നാണ്. Because the Bible calls those idols, those statues, that which has eyes and cannot see, which has ears and cannot hear, that which has hands and cannot
work, that which has legs and cannot move, the Bible says that those are mere idols. തൻ്റെ സ്വന്തം ജനം അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പോയപ്പോൾ ദൈവത്തിന്റെ കോപമാടി കത്തുവാനിടയായി. When God's own people bowed down to worship false gods and idols, the wrath of God was kindled. അവിടെ മോശയോട് ദൈവം പറയുന്നതായ കാര്യം അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And what God says to Moses we find in the very next verse. യഹോവ മോശയോട് ജനത്തിന് തലവന്മാരൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിന് വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയുക എന്ന് കൽപ്പിച്ചു. Then the Lord said to Moses, "Take all the leaders of the people and hang the offenders before the Lord out in the sun, that the fierce anger of the Lord may turn away from Israel." അടുത്ത വാക്യം പറയുന്നത്, മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ആളുകളിൽ ബാൽ പെയോരിനോട് ചേർന്നവരെ കൊല്ലുവിനെന്ന് പറഞ്ഞു. So Moses said to the judges of Israel, "Every one of you kill his men who were joined to Baal of Peor." ന്യായാധിപന്മാരോടും തലവന്മാരോടും പറഞ്ഞത് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ കൊന്നുകളയുക എന്നാണ്. So this was the command, to kill the leaders and the judges who joined themselves, or who rather sacrificed to Baal Peor. ദൈവത്തിന്റെ വചനം പറയുന്നു അവർ ചെയ്തത് എന്താണെന്ന്. മോശയും അഹറോനും ചെയ്തത് എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Here we read in the word of God, it says what Moses and Aaron had to do with these kind of people. യഥാർത്ഥത്തിൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. And we see here how the children, the congregation of the children of Israel, Moses and Aaron were weeping in front of the tabernacle of meeting. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And this is what we can find here. അവർ കരഞ്ഞുകൊണ്ട് ആ കൂടാരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇസ്രായേലിൽ ദൈവഭയമുള്ളവരും കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And what we read here in the word of God in chapter 6, it says Moses and the children of Israel who feared God were weeping in front of the tabernacle of meeting. എന്നാൽ അവർ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കെ ഒരു ഇസ്രായേൽക്കാരൻ ഒരു മിദ്യാനി സ്ത്രീയുമായിട്ട് കൂടാരത്തിന്റെ അടുത്തിലേക്ക് അവന്റെ ടെന്റിന്റെ ഉള്ളിലേക്ക് വ്യഭിചാരം ചെയ്യുവാൻ കടന്നുപോയി എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And at this moment when the children of Israel and Moses were crying out to the Lord, another Israelite, another one of them had the audacity to bring a Midianite woman into their camp and take her into his tent to commit adultery. പ്രിയപ്പെട്ടവരെ, മോശയെ ഭയപ്പെടാതെ, ദൈവത്തിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ പ്രാർത്ഥിക്കുന്ന ജനത്തെ ശ്രദ്ധിക്കാതെ പകൽ വെളിച്ചത്തിൽ പച്ചയോടെ ധൈര്യത്തോടെ പാപം ചെയ്യുന്ന ഒരു ഇസ്രായേൽ വ്യക്തിയാണ് നാം അവിടെ കാണാൻ കഴിയുന്നത്. With little or no regard for the leaders, the man of God, for people who were crying out to God, for people who are praying, this man had the audacity to bring in this Midianite woman. ഇവിടെ ഇത് ചെയ്ത ഇസ്രായേലിന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And his name is recorded here in this book. ആ ഇസ്രായേലിന്റെ പേര് 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
in verse 14, ഇവിടെ ഈ അതിക്രമം പ്രവർത്തിച്ച ഈ പാപം ചെയ്ത വ്യക്തിയുടെ പേര് സിമ്രി എന്നാണ്. it says in verse 14 that this offender was Zimri, the son of Salu, a leader of a father's house among the Simeonites. അടുത്ത വാക്യത്തിൽ ഈ ഇസ്രായേൽ ജനത്തെ വശീകരിച്ച് പാപത്തിലേക്ക് വഴി നടത്തിയ സ്ത്രീയുടെ പേരും രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൾ മിദ്യാനി ഗോത്രത്തിൽ ജനത്തിന്റെ അധിപനായ സൂര്യന്റെ മകളായിരുന്ന കോസ്ബി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And even the woman's name has been recorded here. She was Cosbi, the daughter of Zur, who was the head of a tribe in Midian. Of a tribe of the people of Midian. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരുന്ന ദൈവജനത്തിന്റെ മധ്യേ നിന്ന് ദൈവത്തിന്റെ ക്രോധം മാറിയൊരു സംഭവം ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So here we see how the wrath of God, which had fallen upon the people in the form of a plague, was stopped because of some action. ഒരു ഇൻസിഡന്റ് ഇവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. We find something very interesting recorded here in this chapter. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ബാധ മാറിയെന്ന് വരികയില്ല. When people were crying and praying out to God, sometimes the plague may not stop. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ബാധ മാറുമെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയും. When we cry and pray out to God, we can expect this plague to stop. അങ്ങനെ സംഭവിച്ച ചില ചരിത്രവും ബൈബിളിലുണ്ട്. And there are some instances like this that are recorded in the Bible. പക്ഷേ ഇവിടെ ഈ പ്ലേഗ് നിൽക്കുന്നത്, ഈ ബാധ നിൽക്കുന്നത് കരഞ്ഞു പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല. But here we see that the plague that is mentioned here stopped not merely because of the people crying out and praying to God. എന്നാൽ ഇവിടെ കാണുന്നു ഒരു ചെറുപ്പക്കാരൻ പ്രവർത്തിച്ച ഒരു പ്രവൃത്തി നിമിത്തം അത്രേ ദൈവത്തിന്റെ കോപം നിലച്ചത്. On the other hand, we find that this plague stopped because a young man from the children of Israel chose to act. അത് മറ്റാരുമല്ല, ആ ചെറുപ്പക്കാരന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫിനെഹാസ്. And the name of the young man was Phinehas, the son of Eleazar. ഇസ്രായേൽ പുരോഹിതനായിരിക്കുന്ന അഹ്റോന്റെ മകൻ എലിയാസറിന്റെ മകനാണ് ഈ ഫിനെഹാസ്. He was the son of Eleazar, who was the son of Aaron. പ്രിയപ്പെട്ടവരെ, ഫിനെഹാസ് എന്താണ് ചെയ്തത്? What did Phinehas do? ഫിനെഹാസ് ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ നിന്ന് അവൻ ഇറങ്ങി ഓടി. From amidst that time or that state of them praying together and weeping before the tent of meeting, he came away from there and അവൻ ഒരു വലിയ കുന്തമെടുത്തു. he took a spear. എന്നിട്ട് വ്യഭിചാരം ചെയ്ത ഇസ്രായേലിനെയും ആ ഇസ്രായേലിനായിരിക്കുന്ന സിമ്രിയെയും അതുപോലെ മിദ്യാനിയ പ്രഭുവിന്റെ മകളായിരിക്കുന്ന കൊസ്ബിയെയും ആ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുവാനിടയായി. And he went into the tent where the man and woman were together, and he thrust that javelin into their bodies. യഥാർത്ഥത്തിൽ ഈ തീഷ്ണത കണ്ടിട്ടാണ്, പാപത്തിനെതിരെയുള്ള ഈ പോരാട്ടം കണ്ടിട്ടാണ്, പാപത്തിനെതിരെയുള്ള പ്രവൃത്തി കണ്ടിട്ടാണ് ദൈവത്തിന്റെ കോപം നിലയ്ക്കുവാനിടയായത്. And it was because of this zeal for the Lord and his zeal against sin that God's wrath was stopped, and therefore this plague was also stopped. പ്രിയപ്പെട്ടവരെ, ആരെയും കൊല്ലുവാനോ ആരെയും തകർക്കുവാനോ ആരെയും നശിപ്പിക്കുവാനോ അല്ല ഞങ്ങളുടെ ഈ സന്ദേശം. Our message is not
that we want people to be killed or destroyed or devastated. പാപം ചെയ്യുന്ന ആരെയും കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ശപിക്കുവാനോ അല്ല ഈ സന്ദേശം. Our message is not directed to killing or destroying those people who sin. പക്ഷേ ഇവിടെ ബാധ വന്നതിന്റെ പിന്നിലുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But we want to show you two reasons of why this plague happened. ഒന്ന്, ദൈവത്തിന് ഏറ്റവും കോപമുള്ള വിഗ്രഹാരാധന. One is because of idolatry which God despises. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദൈവമല്ലാത്തതിന് ദൈവമായി ആരാധിക്കുന്ന പാപം എന്ന് പറയുന്നത് ദൈവത്തിന് സഹിച്ചുകൂടാൻ കഴിയാത്തതാണ്. When we worship things that are not God, God cannot tolerate it. രണ്ടാമത്തെ കാര്യം വളരെ വ്യക്തതയോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ദൈവം വെറുക്കുന്ന ഒന്നാണ് സെക്ഷൽ ഇമ്മോറാലിറ്റി. And the second thing that God despises is sexual immorality. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സിമ്രി തന്റെ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് ദൈവജനത്തെയും പ്രാർത്ഥിക്കുന്നവരെയും അതുപോലെ മോശയെയും മുന്നിൽ വെച്ച് പട്ടാപ്പകൽ കൊണ്ടുപോയി വ്യഭിചരിച്ചതുപോലെ ഈ നാളുകളിൽ അനേക സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. Just like Zimri, who was unmindful of Moses and the children of God crying and weeping to the Lord, this Zimri brought in this Midianite woman in broad daylight. Just as he did that, many such kinds of incidents are happening in our world today. കാരണം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ, ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരുണ്ടായിരിക്കെ, അവരുടെ മക്കൾ പോലും ഭവനത്തിന്റെ ഉള്ളിലേക്ക് സെക്ഷൽ ഇമ്മോറാലിറ്റി കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. Because these days we see among or in the presence of praying parents, praying elders, praying leaders of the church, we find that many children, the children in the families, children of the church, they are bringing sexual immorality into the church and into the families. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നതെന്ന്. You may probably ask, what do you mean by this, or how can this happen? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മതി. ഒരു വ്യക്തി പോൺ സൈറ്റുകളിലേക്ക് പോയാൽ ഇമ്മോറാലിറ്റി നമ്മുടെ കുടുംബത്തിന്റെ മുറികളിലേക്ക് കടന്നു വരുവാനിടയാകും. But you know it all very well, how through this mobile pornography and sexual immorality is readily available and easily accessible. പ്രിയപ്പെട്ടവരെ, ദൈവം വെറുക്കുന്ന വിഗ്രഹാരാധനയും സെക്ഷൽ ഇമ്മോറാലിറ്റിയും നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, അത് സർവ്വസാധാരണമാകുമ്പോൾ, അത് യുവതലമുറയ്ക്ക് ഹരമാകുമ്പോൾ ബാധകൾ നമ്മെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. Dear people of God, when idolatry and sexual immorality enter into our homes, that which God despises, then this plague, do not forget that the plagues may also enter along with it. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഞാൻ സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്യുന്ന വ്യക്തിയല്ല, ഞാനൊരു വിഗ്രഹാരാധന ചെയ്യുന്ന വ്യക്തിയല്ല, പിന്നെ എന്തുകൊണ്ട് ഈ ബാധ ഞങ്ങൾ കേൾക്കുന്നു, ഈ ബാധയാൽ ഞങ്ങളിൽ ചിലർ മരിക്കുന്നു? You may ask, I'm not a person who indulges in sexual immorality or idolatry, then why am I affected by this plague? ഒരു സത്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I want to tell you a truth. പാപം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് പാപം ചെയ്യുന്നതിനെതിരെ സംസാരിക്കാതിരിക്കുന്നത്. Not indulging in this kind of sin and not speaking up against this kind of sin is almost equal in the sight of God. എന്ന് പറഞ്ഞാൽ പാപത്തെ കോംപ്രമൈസ് ചെയ്യുന്നവരും ആ പാപത്തിന്റെ ശിക്ഷാവിധി
ശിക്ഷാവിധിയുടെ ആ കഠിനതയിൽ ചെന്ന് വീഴുമെന്ന് ചുരുക്കം. Or compromising with this sin and not speaking up or acting or doing something against it is also sin in the sight of God. ഇത്തരം പാപങ്ങൾ ചെയ്യുന്ന മക്കളെ ശാസിക്കാത്ത മാതാപിതാക്കളെ എനിക്കറിയാം. And we see parents who do not rebuke or correct their children who indulge in this kind of sin. പ്രിയപ്പെട്ടവരെ, ഇവിടെ വായിക്കുന്നു, ഇവിടെ ദൈവം കർത്താവ് അരുളി ചെയ്തൊരു വാക്ക് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I want to read a verse from which God speaks to us. 10-11 വാക്യങ്ങൾ. Verses 10 and 11. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. This is what God spoke to Moses. He says, Phinehas, the son of Eleazar, the son of Aaron the priest, has turned back my wrath from the children of Israel, because he was zealous with my zeal among them, so that I did not consume the children of Israel in my. ഇവിടെ ഒരു മാനസാന്തരം ആവശ്യമാണ്. Prayer alone is not enough, but it requires repentance. പാപത്തിൽ നിന്ന് മാനവലോകം തിരിച്ചു വരണം. Man has to turn from his sin and repent. ഐഡൽ വർഷിപ്പിൽ നിന്ന് തിരിച്ചു വരണം. He has to turn away from idol worship. വിഗ്രഹാരാധന ദൈവത്തിന് ഇഷ്ടമല്ല. God despises idolatry. സെക്ഷൽ ഇമ്മോറാലിറ്റി ദൈവത്തിന് ഇഷ്ടമല്ല. God also despises sexual immorality. ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സെക്ഷൽ ഇമ്മോറാലിറ്റിയെ ജനം ചെയ്യുവാൻ തക്കവണ്ണം നിയമമാക്കി മാറ്റിയിരിക്കുകയാണ്. Today we see many laws being passed in the name of freedom and liberalism. Sin is being compromised. Sin is being encouraged. പ്രിയപ്പെട്ടവരെ, ബാധയുടെ പിന്നിലുള്ള ആത്മീയ രഹസ്യമാണ് ഞങ്ങൾ വെളിപ്പെടുത്തിയത്. We are trying to show you the spiritual secret, the spiritual truths behind the reason for the plague. ദൈവജനം എന്തുകൊണ്ട് മരിക്കുന്നു? Why are the people of God dying too? എന്തുകൊണ്ട് അനേക ചെറുപ്പക്കാർ മരിക്കുന്നു? Why are so many youngsters dying too? ഒരിടത്തും പോകാൻ പറ്റാതെ എത്രയോ പേരുടെ ഭാവികൾ ഇരുളടയുന്നു. How many people have to stay behind closed doors and closed doors of opportunity? എന്നീ ബാധ നിൽക്കും. When will this plague stop? എന്നെനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും? When will we have freedom to move about? എന്നെനിക്ക് അനുഗ്രഹം ലഭിക്കും? When will I receive blessing? എന്ന് എനിക്ക് ആ മരണമണികൾ ഉള്ള ആ താഴ്വരയിൽ നിന്ന് മാറാൻ കഴിയും? When will I be free from this bells of death? താഴ്വരയിൽ നിന്ന് മാറുവാൻ കഴിയും? When will I be free from this shadow of death? ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, അതിന് കുറുക്കു വഴികളില്ല. There is no shortcut, dear friends. ഏതെങ്കിലും യാഗമോ ഏതെങ്കിലും പ്രാർത്ഥനയോ നടത്തിയാൽ പ്രയോജനമില്ല. Simply saying any prayer or offering any sacrifices will not help us. പക്ഷേ പിന്നെ എന്തിനു സാധിക്കും? Then what will? ഒരു മാനസാന്തരത്തിന് സാധിക്കും. A true repentance. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിന് സാധിക്കും. And complete trust and faith in God. ദൈവത്തിന് ഇഷ്ടം ചെയ്യാനുള്ള ഒരു തീഷ്ണതയ്ക്ക് സാധിക്കും. A desire to wholly do the will of God. A zeal for God will rescue you and deliver you from this plague. ഭയമുള്ള പലരും 91 സങ്കീർത്തനം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. There are many people who are fearful and read very devoutly Psalm 91. എന്നാൽ കാണാപ്പാഠം പഠിച്ച് അത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് ഉരുവിടുന്നത് കൊണ്ട് നമുക്ക് രക്ഷയൊന്നുമില്ല. But just by simply memorizing Psalm 91 and reciting it over and over again will not deliver us or rescue us from this plague. 91 സങ്കീർത്തനം
പല ഉരുവിട്ട അനേകർ ബാധയാൽ മരിച്ചുപോയി. There are many people who have having recited this Psalm 91 and memorizing the Psalm 91. There are many people like that who have passed away due to this plague. എന്നാൽ അതിലെ ആശയങ്ങൾ വിശ്വാസമായി പരിണമിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ, ദൈവം നമ്മെ കൈവിടുകയില്ല. But when we imbibe what is written in the psalm and make it our life, that is when God will show us his salvation and rescue us and deliver us. 91 സങ്കീർത്തനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. We read in Psalm 91, it says, എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ്. It says in Psalm 91, because he has set his love upon me, therefore I will deliver him. ആർക്കാണ് ഡെലിവറൻസ് കിട്ടാതിരിക്കുന്നത്? And who is the person who does not receive this deliverance? മാനസാന്തരപ്പെടാതെ പ്രാർത്ഥിക്കുന്നവർക്ക്. Those who pray without repenting. വിഗ്രഹാരാധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക്. Those who pray while committing idolatry. സെക്ഷൽ ഇമ്മോറാലിറ്റി പാപമല്ല എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ. Those who pray thinking that certain things are not sexual immoral things. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്നവർ, പാപത്തെ എതിർക്കാതിരിക്കുന്നവർ. Those who pray this psalm while compromising for things that are ungodly. ഈ സമയം എത്ര പേർ തീരുമാനമെടുക്കും? How many of us can make a decision today? നാം ദൈവജനമായിരിക്കാം. We may be the children of God. പട്ടാപ്പകലിലും പാപം ചെയ്യുവാൻ ധൈര്യമുള്ള ഒരു ലോകത്തായിരിക്കും നാം ജീവിക്കുന്നത്. And we are living in the times today where people are committing these kinds of rebellious acts against God in broad daylight. നാം എന്തു ചെയ്യണം? So what should we do? നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. We need to seek the face of God. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. We need to follow and obey the commandments of God. ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. We need to worship the living God. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കണം. We need to take a decision to live and abide by the word of God. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തമായി ജീവിക്കണം. We need to live faith. പാപത്തോട് നോ പറയണം. We need to say no to sin. പോണോഗ്രഫിയോട് നോ പറയണം. We need to say no to pornography. സെക്ഷൽ ഇമ്മോറാലിറ്റിയോട് നോ പറയണം. Say no to sexual immorality. ഐഡൽ വർഷിപ്പിനോട് നോ പറയണം. Say no to idolatry. നാം ദൈവത്തെങ്കിലേക്ക് തിരിയണം. And let us turn back to God. നമ്മുടെ തീഷ്ണത ദൈവത്തെ ആരാധിക്കാനാകണം. Our zeal should be to worship the living God. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ആഗ്രഹിക്കണം. We need to have the zeal to do the will of God. അപ്പോൾ ബാധ നിൽക്കും. Then this plague will stop. 91 സങ്കീർത്തനം പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. I want to remind you of something that we read in Psalm 91. നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ മറുവശത്ത് 10,000 പേരും വീണെന്ന് വന്നേക്കാം, എങ്കിലും അത് നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. ദൈവം അയച്ച ബാധയാണെങ്കിൽ മനുഷ്യന് ആ ബാധയെ തടുക്കുവാൻ കഴിയുകയില്ല. When God sends a plague, man can never stop it. ഒരു മനുഷ്യന് അത് സാധിച്ചു എന്നാണ് ഞാൻ ഇവിടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിച്ചത്. But what we read here and what we studied just now in Numbers 25 is how, because of the zeal of one man, the plague was stopped. ആ തീഷ്ണതയുള്ള വ്യക്തിയായി എന്നെ കേൾക്കുന്ന നിങ്ങൾ മാറുമോ? Are we willing to become that kind of a zealous person for the Lord today? എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God will bless you. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. You will be a blessing to many. നിങ്ങളുടെ പ്രവൃത്തിയാൽ അനേകർ രക്ഷ പ്രാപിക്കുവാനിടയാവും. And you will be able to deliver many people because of your zealous acts of God bless you. God.